കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ വചനധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം വായിച്ച് ധ്യാനിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിച്ചു. യേശുവിനെ പിരിഞ്ഞ് നമുക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അതായത് കർത്താവ് യേശുക്രിസ്തുവിൽ ഒരുവൻ വസിക്കാൻ തുടങ്ങിയാൽ അവന് പിന്നെ യേശുവില്ലാതെ ആത്മീയമായി ഒരു കാര്യങ്ങളും അവന് ചെയ്യുവാൻ കഴിയത്തില്ല എന്നുള്ള സന്ദേശമാണ് നമ്മൾ കേട്ടത്. അപ്പോൾ കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിക്കുന്നത് പോലെ ആ ഒരു അബൈഡിങ് നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമാണ്. ഇന്ന് നമ്മൾ അതിൻ്റെ 6-ാമത്തെ വാക്യമാണ് ധ്യാനിക്കാൻ പോകുന്നത്. നേരത്തെ നമ്മൾ വചനധ്യാനം ചെയ്തപ്പോൾ ഈ 6-ാമത്തെ വാക്യം നമ്മളൊന്ന് പരാമർശിച്ചിരുന്നു. ഇന്ന് നമ്മൾ അതിൻ്റെ വിശദമായ കാര്യങ്ങളിലേക്കാണ് കടക്കുന്നത്. 6-ാം വാക്യം വായിക്കുന്നു: എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു, ആ വക ചേർത്ത് തീയിലിടുന്നു, അത് വെന്തുപോകും. വസിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? പല ആളുകളും ചോദിക്കുന്ന ചോദ്യമാണ്, ഞാൻ ഈ വചനപ്രകാരം ജീവിക്കുന്നില്ലെങ്കിൽ എനിക്കെന്ത് സംഭവിക്കും? യേശുവില്ലാത്ത ഒരു ജീവിതം നയിച്ചാൽ എനിക്കെന്താണ് സംഭവിക്കുന്നത്? പലരും ഈ ഭൂമിയിലെ അവരുടെ ആ ജീവിതത്തിൻ്റെ കാലയളവിനെ വെച്ചുകൊണ്ടാണ് ഇതെല്ലാം സംസാരിക്കുന്നത്. പലരും ചിന്തിക്കാറുണ്ട്, യേശുവില്ലാതെ ജീവിതം നയിച്ച ആളുകൾ അവർക്ക് ഒന്നും സംഭവിച്ചില്ലല്ലോ, അവരുടെ ജീവിതത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ ഞങ്ങൾ കാണുന്നുണ്ടല്ലോ, അവർക്ക് കൂടിയ വാഹനം, അവർക്ക് മുന്തിയ വീട്, അവരുടെ സുഖ സൗകര്യങ്ങൾ, അവർ ഈ ഭൂമിയിൽ വളരെ എൻജോയ് ചെയ്ത് അവർ ജീവിച്ചു, അവർ ധാരാളം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോയി അവർ ആഹ്ലാദിച്ചു, അവരുടെ ജീവിതം തീർച്ചയായിട്ടും ഈ ഭൂമിയിൽ വളരെ സക്സസ്ഫുൾ ആയിരുന്നു. പക്ഷേ ഈ ഭൂമിയിലെ ജീവിതത്തെക്കുറിച്ച് മാത്രമല്ല കർത്താവ് യേശുക്രിസ്തു ഇവിടെ പറയുന്നത്, മറിച്ച് വരുവാനുള്ള ആ ജീവിതത്തിൻ്റെ പ്രാധാന്യത ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് യേശു ഇവിടെ സംസാരിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഈ ഭൂമിയിലുള്ള കാര്യങ്ങളിൽ മാത്രമാണ് ശ്രദ്ധ വയ്ക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞല്ലോ, നാം ഈ ആയുസ്സിൽ പ്രത്യാശ വെച്ചാൽ സകല മനുഷ്യരിലും നമ്മൾ അരിഷ്ടരത്രേ എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തിയുടെ ജീവിതം ഈ ഭൂമിയിലുള്ള ആ ജീവിതത്തെക്കുറിച്ച് മാത്രമാണ് അവൻ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ എല്ലാ മനുഷ്യരിലും വെച്ച് ഏറ്റവും പരാജിതനാണ്. അവൻ പരാജയപ്പെട്ട് കഴിഞ്ഞു. നിർഭാഗ്യവശാൽ പറയട്ടെ, ഇന്ന് ബഹുഭൂരിപക്ഷം ആളുകളും ഈ ഭൂമിയിലെ തങ്ങളുടെ ജീവിതത്തിനു വേണ്ടി മാത്രമാണ് ചിന്തിക്കുകയും പ്ലാൻ ചെയ്യുകയൊക്കെ ചെയ്തത്. പക്ഷേ നോക്കിക്കേ, എത്ര പെട്ടെന്നാണ് ആളുകൾ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുന്നത്. എത്രമാത്രം വലിയ സൗധങ്ങൾ കെട്ടിപ്പൊക്കിയാലും, എത്രമാത്രം സ്വപ്നങ്ങൾ നിർമ്മിച്ചെടുത്താലും മനുഷ്യൻ നൊടിനേരത്തേക്ക് മാത്രമേ ഈ ഭൂമിയിലുള്ളൂ. പെട്ടെന്ന് ഒരുപക്ഷെ അവൻ്റെ ആയുസ് തീർന്നു പോകാം. അവൻ ചിന്തിച്ചതും അവൻ പ്ലാൻ ചെയ്തതും ഒക്കെ ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നു പോകുന്ന അനുഭവങ്ങൾ നമ്മൾ നമ്മുടെ ചുറ്റും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ കർത്താവ് യേശുക്രിസ്തു പറയുന്നു, വസിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഇത് ദൈവം നമുക്ക് തരുന്ന ഒരു വാണിംഗ് ആണ്, ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട വാണിംഗ്. എന്താണ് ഇവിടെ പറയുന്നത്? എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു, ആ വക ചേർത്ത് തീയിലിടുന്നു, അത് വെന്തുപോകും. വളരെ പ്രധാനപ്പെട്ട ചില ഘട്ടങ്ങളെക്കുറിച്ച് ഇവിടെ പറയാം. ജീവിതത്തിൽ നമുക്ക് സംഭവിക്കാവുന്ന ചില ഘട്ടങ്ങൾ ഇവിടെ ആദ്യം നമുക്ക് കാണാൻ കഴിയുന്നു. ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട്, കാസ്റ്റ് അവേ, അവൻ പുറത്ത് കളയപ്പെടും. ഇത് ഈ ഭൂമിയിൽ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യമാണ്. അതായത് ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിലേക്കോ ദൈവത്തിൻ്റെ ആ കൂട്ടായ്മയിലേക്കോ കടന്നു വരുവാൻ കഴിയാതെ അവൻ പുറത്താക്കപ്പെടും, അവൻ പുറത്തു പോകും. അവനെ പുറത്ത് കളയുന്നതല്ല, അവൻ സ്വയം പുറത്തു പോകുന്നതാണ്. ഏദൻ തോട്ടത്തിൽ ആദമിനെ ദൈവം പുറത്താക്കിയതല്ല, മറിച്ച് അവൻ സ്വയം പുറത്തു പോയതാണ്. പക്ഷേ ഏദൻ തോട്ടത്തിൻ്റെ വെളിയിലേക്ക് അവൻ പോയ ഒരു കാര്യം വിശുദ്ധ ബൈബിൾ പറയുന്നുണ്ട്. പക്ഷേ അതിനു മുമ്പ് തന്നെ അവൻ ദൈവത്തിൽ നിന്നും സ്വയം പുറത്തു പോകുവാനിടയായി തീർന്നു. ഇന്ന് പലരും അങ്ങനെയാണ്. ദൈവത്തിൽ നിന്നും അവർ സ്വയം പുറത്തു പോകുമ്പോൾ അവർ ദൈവത്തിൻ്റെ പദ്ധതിയിൽ തന്നെ അവർ പുറത്തു പോകുകയാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ നാശത്തിൻ്റെ 1-ാമത്തെ ഘട്ടമാണ് നമ്മളിവിടെ കണ്ടത്. അവൻ പുറത്തു പോകുന്നു. 2, അവൻ ഉണങ്ങിപ്പോകുന്നു. ഈ ഒരു കാര്യവും ഈ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. ഉണങ്ങിപ്പോകുന്നു എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൽ നിന്നുള്ള ആ ജീവരസം ഇവങ്കിലേക്ക് വരാത്തതുകൊണ്ട് അവൻ ആത്മീകമായി ഒരു ഡ്രൈനെസ്സിലേക്ക് പോവുകയാണ്. അവന് യേശുവിനെ വേണ്ട. അതുകൊണ്ട് തന്നെ അവനിൽ ആ ഒരു ആത്മീക ഡ്രൈനെസ്, ഉണക്കം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താ?
വരാൻ പോകുന്ന ആ ന്യായവിധിയുടെ നമ്മുടെ അടുത്ത ജീവിതത്തിൻ്റെ തുടക്കത്തിൽ സംഭവിക്കുന്നതായ കാര്യം. എല്ലാവർക്കും ഒരു വരും ജീവിതമുണ്ട്. അത് പക്ഷേ സ്വർഗത്തിലാകാം, അല്ലെങ്കിൽ നരകത്തിലാകാം. സ്വർഗത്തിലാകണമെങ്കിൽ നമ്മൾ നിത്യജീവനെ പ്രാപിച്ചേ മതിയാവുകയുള്ളൂ. പക്ഷേ നമ്മൾ നരകത്തിന് യോഗ്യരാണെങ്കിൽ ഇവിടെ പറയുന്നു, ആ വക ചേർത്ത് ദൈവ ന്യായവിധിക്ക് വേണ്ടി ആളുകളെ കൂട്ടിവരുത്തതായ ഒരു സന്ദർഭം ഉണ്ട് എന്നുള്ള കാര്യം നമ്മെ ഓർമ്മിപ്പിക്കുക. ന്യായവിധിയെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി സംസാരിക്കുന്നുണ്ട്. ദ ഗ്രേറ്റ് ഡേ ഓഫ് ജഡ്ജ്മെൻറ്റ്, അത് സംഭവിക്കുക ചെയ്യും. ഈ ഭൂമിയിലുള്ള ന്യായാധിപനെ പോലല്ല നിത്യമാനായ ദൈവത്തിൻ്റെ ന്യായവിധി എന്ന് പറയുന്നത്. അവൻ സകലവും നോക്കി ആളുകളെ അവൻ ന്യായവിധിക്കുക. നോക്കിക്കേ, ന്യായവിധിക്കായി അവരെ ചേർത്ത്, അടുത്തത് അങ്ങനെ ചേർത്ത് കഴിയുമ്പോൾ അവൻ ന്യായവിധിക്കപ്പെടുകയാണെങ്കിൽ ക്രിസ്തുവിൽ വസിക്കാത്തവനെ തീയിലിടുന്നു, അഗ്നി നരകത്തിലേക്ക് അവൻ കടന്നുപോകും. ഏറ്റവും അവസാനമായിട്ട് അത് വെന്തുപോകും. അതിൻ്റെ ഓർമ്മ കൂടെ ഇല്ലാതെയായിത്തീരും. ഈ വാണിംഗ് നമുക്കൊരു ഭയം നൽകുന്നുണ്ട്. കർത്താവ് യേശു ക്രിസ്തുവിൽ വസിക്കുന്നില്ലെങ്കിൽ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ നിർഭാഗ്യവശാൽ പറയട്ടെ, പല ആളുകളും പുറത്തു പോകുന്നതിനെക്കുറിച്ചോ ഉണങ്ങിപ്പോകുന്നതിനെക്കുറിച്ചോ കൺസേൺഡ് അല്ല. അവർ ഭൗമികമായ നിലയിൽ ജീവിക്കുന്നതിനെക്കുറിച്ച്, അവർ ഭൗമികമായ നിലയിൽ അഭിവൃദ്ധിപ്പെടുന്നതിനെക്കുറിച്ച് മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ ആത്മീക മനുഷ്യൻ അങ്ങനെ ആകരുത്. ആത്മീയ മനുഷ്യൻ ഒരുപക്ഷെ ഭൗമികമായി അവൻ സമൃദ്ധമായാലും അവൻ ഒരിക്കലും പുറത്തു പോകാൻ പാടില്ല. യേശുവിനോടൊപ്പമുള്ള ജീവിതത്തിൻ്റെ പുറത്തേക്ക് അവൻ പോകാൻ പാടില്ല. മറിച്ച് അവൻ യേശുവിനോടൊപ്പം ആ മുന്തിരിവള്ളിയിൽ വസിക്കുന്ന, ചേർന്നിരിക്കുന്ന അനുഭവം അവൻ്റെ ജീവിതത്തിലുണ്ടാകണം. രണ്ടാമതായിട്ട് നമ്മൾ കണ്ടതുപോലെ ഉണങ്ങിപ്പോകുകയല്ല, അവൻ പച്ച പിടിച്ചിരിക്കണം. അവരിൽ ഫലങ്ങൾ ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ ഫലങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ കാരണം നാം യേശുവിൽ വസിക്കുന്നത് കൊണ്ടാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഫലമുള്ളവരായി തീരണം. നിങ്ങൾ യേശുവിൽ വസിക്കണം. നിങ്ങൾ ഉണങ്ങിപ്പോകാൻ പാടില്ല. നിങ്ങൾ പുറത്തു കളയപ്പെടുവാൻ പാടില്ല. നിങ്ങൾ ന്യായവിധിക്കായി ഒരുമിച്ച് കൂട്ടപ്പെടുവാൻ പാടില്ല. മറിച്ച് ഇന്ന് തന്നെ ആ ഒരു നിത്യസന്തോഷം നിങ്ങൾ പ്രാപിക്കുവാൻ കർത്താവ് സഹായിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ വചനം വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തിക്ക് കാരണമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, ഞങ്ങൾ വളരെ ജാഗ്രതയോടുകൂടെ അറിയേണ്ടതായ ഈ മുന്നറിയിപ്പിനെ അവഗണിച്ചു പോകാതെ കർത്താവ് യേശുക്രിസ്തുവിൽ ഞങ്ങളുടെ ജീവിതം കൂടുതൽ ഉറപ്പിക്കുവാൻ തക്കോണം ഞങ്ങളെ സഹായിക്കണം. ഈ വചനം കേട്ട ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എല്ലാ നന്മകളാലും അങ്ങയുടെ മക്കൾ നിറയപ്പെടട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. കൂടുതൽ ആത്മീക പഠനത്തിന് സഹായകമായ സംവിധാനങ്ങൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.